ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഫ്ളലുൽ അശ്ഹുരി, മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശഹറുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം. റമദാൻ കഴിഞ്ഞിട്ടോ, റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. ഇപ്പൊ നോമ്പിനെ സംബന്ധിച്ചും നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. തഹജ്ജുദ് നിസ്കാരം റവാത്തിബ് സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാൻ കഴിയില്ല. ളുഹറിന്റെ മുമ്പ് ശേഷം, ഇശാഇന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത്, അതായത് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ഇങ്ങനെ ഫർള് നിസ്കാരങ്ങളുടെ പിറകിലോ ശേഷമോ ആയുള്ള സുന്നത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ്. മുത്തലഖ് സുന്നത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരം കാലമില്ലാതെ നിസ്കരിക്കാൻ പറ്റുന്ന സുന്നത്തുകൾ, മക്റൂഹായ സമയങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ പറയുമ്പോൾ ളുഹറിന്റെയും അസറിന്റെ ഇടയിൽ അങ്ങ് ഒരുപാട് അങ്ങ് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ അങ്ങ് നിസ്കരിച്ചു. ആ മുത്തലഖായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് രാത്രിയിലെ നിസ്കാരമാണ്. അപ്പൊ റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ് എന്നും പറയാൻ പറ്റൂല എന്നാണ്. ആശൂറ എന്ന പ്രത്യേകത ഉണ്ട്. പക്ഷെ മുഹറം മാസത്തിൽ മൊത്തമുള്ള നോമ്പ്, അറഫയുടെ നോമ്പ് ആശൂറയിനേക്കാൾ ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. അറഫയുടെ നോമ്പ് തുകഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ മുഖബില, വരാനുള്ള ഒരു വർഷവും കഴിഞ്ഞ ഒരു വർഷവും പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ്, അല്ലേ? അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഒരു മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, മറ്റ് സവിശേഷമായ നോമ്പുകൾ, അതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഉള്ള മുത്തലക്ക് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹറം മാസത്തിലെ നോക്കുന്ന നോമ്പാണ്. പക്ഷെ ആ മുത്തലക്കിനേക്കാളും ശ്രേഷ്ഠത വരും മുഹറത്തിലെ തന്നെ ആശുറയുടെ നോമ്പ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. അതിനെ സംബന്ധിച്ച് വേറെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു അത് നോക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. ശഹറുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മാസം എന്ന് പറയാൻ കാരണം അലാ ശറഫിഹി വഫദ്ലിഹി തദുല്ലു അലാ ശറഫിഹി വഫദ്ലിഹി. ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ പറയാം, അതിന് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതയാണ് ഇതിന്റെ കാരണം. അള്ളാഹുവിന്റെ അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ലേ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച്, ശ്രേഷ്ഠത കൊണ്ടാണ്. അള്ളാന്റെ വീടാണ് കഅബ, ബൈത്തുല്ലാഹ് അൻ തുഹിറ ബൈതിയ ലിത്വായിഫീന വറാകിഇ വറുക്ഇ സുജൂദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് കഅബയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം ബൈതിയ, അള്ളാന്റെ വീട്. അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെ അത്രയും ശ്രേഷ്ഠമായ മാസമാണ് ശഹറുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ സവിശേഷതയുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസം നമ്മുടെ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറമാണ്. വർഷം അവസാനിക്കുന്നതും ഒരു സവിശേഷമായ മാസമാണ്, അല്ലെ? നമ്മുടെ അറബ് വർഷം അവസാനിക്കുന്ന മാസം ഏതാണ്? നമ്മളിപ്പോ നിൽക്കുന്ന ദുൽഹിജ്ജ, അത് മുഹറമായ മാസമാണ്. യുദ്ധം ഹറാമായ മാസം, സവിശേഷമായ മാസം, വളരെ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നുകൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത്. അങ്ങനത്തെ ഒരു വർഷം കൊണ്ടാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള സമയം എത്ര പ്രത്യേകതയുള്ളതാണ്. അല്ലാഹു നമ്മുടെ ജീവിതകാലമൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്, ഹിജ്റ ചെയ്ത് കടന്നു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തേക്ക് വന്നപ്പോ മദീനക്കാരെ നോമ്പ് നോൽക്കുന്നുണ്ട്. ഇതിന് അത്ഭുതം എന്താ വെച്ചാല് ആശൂറയുടെ നോമ്പ് ജാഹിലിയ കാലം മുതൽ അറബികൾ നോൽക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസിൽ അത് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, ജാഹിലിയ കാലത്ത് നബി തങ്ങളുടെ വരവിന് മുമ്പ് തന്നെ ജാഹിലിയക്കാർ ആശൂറയുടെ നോമ്പ് നോൽക്കുമായിരുന്നു. അത് എന്തിനാ നോറ്റിരുന്നത് അറിയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം. മൂസാ നബിന്റെ ചരിത്രം അവർക്കറിയില്ല, മക്കക്കാർക്ക് അറിയുമായിരുന്നില്ല. അവര് ഇസ്മായിൽ നബിയിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്, അവരുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്. അന്നു മുതലേ ആശൂറയുടെ നോമ്പ് അവർ നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലെ 13 കൊല്ലം തങ്ങൾ ആശൂറ നോറ്റിട്ടുണ്ട്. മദീനയിൽ വന്ന് 2ാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആശൂറയുടെ നോമ്പ്. ആശൂറയുടെ നോമ്പ് നോൽക്കാൻ വേണ്ടി പറയും. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ട്, തങ്ങൾ മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാരായ മുഴുവൻ ആളുകളോടും പറഞ്ഞു, ഇന്ന് നേരം വെളുക്കുമ്പോ നോമ്പ് നോച്ച ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ.
നോമ്പ് നോൽക്കാത്ത ആളുകൾ ഭക്ഷണം കഴിച്ചവരുണ്ടോ? മഗ്രിബ് വരെ ഒന്നും ഇനി കഴിക്കരുത്, ഇത് ആഷുറാഇന്റെ ദിവസമാണ് എന്ന് നബി തങ്ങൾ മദീനത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആഷുറാഇന്റെ നോമ്പ് ഇസ്ലാമിൽ വാജിബായിരുന്നു, പക്ഷെ റമളാൻ വന്നപ്പോ അത് സുന്നത്തായി മാറുകയാണ് ഉണ്ടായത്. റമളാൻ നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റയുടെ 2-ാം കൊല്ലമാണ്. 1-ാമത്തെ കൊല്ലം നിസ്കാരം, 2-ാമത്തെ കൊല്ലം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. റമളാൻ നിർബന്ധമായപ്പോ ആഷുറാഇന്റെ നോമ്പ് നിർബന്ധമല്ലാതെയായി മാറുകയാണ് ഉണ്ടായത് എന്ന് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മദീനയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫി സ്വഹീഹൈൻ അനിർ റബീഇ റുബയ്യ ബിൻത് മുഅവ്വദ് ബിൻ അഫ്റാഇന്റെ മകൾ റുബയ്യ എന്നവർ ഒരു മഹദിയാണ്. ഖാലത്ത് അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത അശൂറാ, ആഷുറാഇന്റെ രാവിലെ നബി തങ്ങൾ അയക്കുകയുണ്ടായി ഇലാ ഖുറൽ അൻസ്വാരില്ലതി ഹൗലൽ മദീന, മദീനയുടെ ചുറ്റും താമസിക്കുന്ന അൻസ്വാരികളുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് ആളുകളെ അയച്ചു നബി തങ്ങൾ പറയിപ്പിച്ചു, മൻ കാന അസ്ബഹ സ്വായിമൻ ഫൽയുതിമ്മ സൗമഹ, ഇന്ന് നോമ്പ് നോറ്റവർ ആ നോമ്പ് പൂർത്തിയാക്കണം. വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി, രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ ഇനി മഗ്രിബ് വരെ ഒന്നും തിന്നേക്കരുത്, ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ റമളാനിൽ അങ്ങനെയാണ്, ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നു, എല്ലാവരും പോയി ചായ കുടിക്കുക, പിന്നെ നോമ്പ് നോറ്റ പോലെ ജീവിക്കണം എന്നാണ്, നോമ്പ് നോറ്റ ആളെ പോലെ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് നാട്ടിലേക്കൊക്കെ പെരുന്നാൾ ഇവിടെ കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലിപ്പോ നോമ്പായിരിക്കും. ഞാൻ ഇവിടെ ദുബൈന്ന് അല്ലെങ്കിൽ യുഎഇന്ന് അബുദാബിന്ന് പെരുന്നാൾ കഴിച്ചു വരാ, ചോറ് കൊണ്ട് എടുത്തോളിന്ന് അവിടുത്തെ നാട്ടുകാരോട് പറയാൻ പാടില്ല, മിണ്ടാണ്ട് അവരെ പോലെ നോമ്പുകാരനായിട്ട് നിലനിൽക്കണം എന്നാ. നോമ്പ് അയാൾക്കില്ല എന്നറിയാം, പക്ഷേ മുഫ്തിറായിട്ട് നിൽക്കാൻ പാടില്ല, നോമ്പ് മുറിച്ചാളെ പോലെ അവിടെ നിൽക്കരുത്, സ്വായിമിനെ പോലെ നിൽക്കണം എന്നാണ്. ആൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പ് റമളാന്റെ പവിത്രത. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സമയമാണ്, അവർ കൂളായിട്ട് ചോറ് കഴിക്കാൻ പറ്റൂല, നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണമെന്നാണ്. നോമ്പ് അവർക്കില്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളമോ ഭക്ഷണമൊക്കെ കഴിക്കുന്ന വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യരുത്, ആ ഹുർമത്ത് കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ കുട്ടികളെ കാണാൻ എന്താ അമ്മങ്ങൾക്ക് നോമ്പില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരരുത്, ഒക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും പ്രത്യക്ഷത്തിൽ നോമ്പുകാരായിട്ട് നിൽക്കണം. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി, അത്രയും നബി തങ്ങൾ സസ്യത് പറഞ്ഞിട്ടുണ്ട് ആഷുറാഇന്റെ മുഹറം 10ന്റെ നോമ്പ്. ഫകുന്നാ ബഅദ ദാലിക നസൂമുഹു, അതുകൊണ്ട് ഞങ്ങൾ അത് നോൽക്കുമായിരുന്നു. വനുസൗവിമു സുബിയാനന സിഗാർ, ഞങ്ങളുടെ കൊച്ചുമക്കളെയും നോമ്പ് എടുപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാം. അവർക്ക് ചെറിയ കളിക്കോപ്പൊക്കെ കൊടുക്കും. അങ്ങനെ ഈ കൊച്ചു കുട്ടികൾ കരയാൻ തുടങ്ങിയാൽ നോമ്പ് തുറക്കണവരെ അവർക്ക് ഉന്നം കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ചില ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുത്തും. നോമ്പ് തുറക്കണവരെ അവർക്ക് ഭക്ഷണം കൊടുക്കൂല. അങ്ങനെ ഞങ്ങൾ എടുത്തിരുന്ന നോമ്പാണ് മുഹറം 10ന്റെ നോമ്പ് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ട്. മദീനത്തേക്ക് വന്നപ്പോ അവിടുത്തെ ജൂതന്മാര് നോമ്പെടുക്കുന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? മദീനക്കാരോട് ചോദിച്ചു, എന്താ മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ജൂതന്മാരോട് ചോദിച്ചു. അപ്പൊ മക്കയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്. മക്കത്തില്ല, മക്കത്തെ വളരെ എണ്ണാവുന്നവരുള്ളൂ. മദീനത്താണ് അവരൊക്കെ വന്ന് തമ്പടിച്ച്. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഫലസ്തീനാണ്, ഫലസ്തീനിലാണ്. ജൂതന്മാരുടെ നേതാവെന്ന് അവര് പറയുന്ന നമ്മുടെ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുന്നത് എവിടെയാണ്? ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. മദീനത്തേക്ക് ചെന്നപ്പോ അവിടെ ജൂതന്മാരുണ്ട്. തങ്ങൾ ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളെയും അല്ലാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. വഗറഖ ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെയും ഫിർഔനിന്റെ ആളുകളെയും അല്ലാഹു വെള്ളത്തിലേക്ക് മുക്കിത്താഴ്ത്തിയ ദിവസമാണിത്. ഫസ്വാമ മൂസ ശുക്ര, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ നന്ദി ചെയ്യാൻ വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട്. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു. മൂസാ നബി നോമ്പെടുത്തിട്ടുണ്ട്. എന്തേ കാരണം? ഫിർഔനെ നശിപ്പിച്ചത്, ഫിർഔനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. അല്ലെ, ഫിർഔന്റെ ഡെഡ് ബോഡിയൊക്കെ ഇന്ന് കാണാവുന്ന ലോകത്തല്ലിയ അത്ഭുതമാണ്.
ബനു ഇസ്രായേലുകൾ അവരുടെ മുമ്പിൽ രക്ഷപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം അനുയായികൾ രക്ഷപ്പെട്ടു. ഫറോവ പിന്നിലൂടെ വന്നു, വെള്ളം കൂടിച്ചേർന്നു. അതിനാണ് എക്സോഡസ് എന്ന് പറയാം. ബൈബിൾ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ എക്സോഡസ് ഉണ്ട്. നമ്മുടെ പഴയ നിയമത്തിൽ എക്സോഡസ് ഉണ്ട്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ കടൽ പിളർന്ന സംഭവം നമ്മൾ ഈ പറയുന്ന ചരിത്രമാണ്. അത് ജൂതന്മാർ വിശ്വസിക്കുന്ന ചരിത്രം, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ചരിത്രമാണ്. എക്സോഡസ് എന്നാണ് ഇതിന് പറയാം ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എന്താ പറയല് എനിക്ക് അറിയില്ല, ഇതിന്റെ ഒരു വിവർത്തനം ഉണ്ടാവും, എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നാലും ആ സംഭവം നടന്നത് മുഹറം 10 നബിയെ എന്ന് നബി തങ്ങളോട് മദീനയിലെ ജൂതന്മാർ റസൂലുള്ളാഹി തങ്ങളോട് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നബി തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അതിന് മറുപടി കൊടുത്തു. ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുണ്ട്. സ്വഹീഹയിൽ വന്ന ഹദീസാണ്. ഫനഹ്നു അഹഖു ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസ നബി അലൈഹിസ്സലാമിനോട് ബന്ധപ്പെട്ടത് ഞങ്ങളാണ്. ഫസ്വാമഹു റസൂലുള്ളാഹ്, അങ്ങനെ നബി തങ്ങൾ ആ നോമ്പെടുത്തിട്ടുണ്ട്. വഅമറ ബിസ്യാമിഹി, ആ നോമ്പെടുക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം തങ്ങളും ഒത്തുറിപ്പോർട്ട് ചെയ്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കണം ഇൻഷാ അല്ലാഹ്. സൂമു തസിഹു, ഒരുപാട് ഡയറ്റ് ഭക്ഷണ നിയന്ത്രണ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുത്തോളൂ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പെടുത്തോളൂ, ആരോഗ്യം ഉണ്ടാവും. സൂമു തസിഹു സ്വീകരിക്കട്ടെ. ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, മൂസ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ നബിയാണ്. ഞങ്ങൾ മൂസ നബിയെക്കാളും മൂസ നബിയോട് നിങ്ങളെക്കാളും ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുകയും തങ്ങൾ നോമ്പെടുക്കുകയും ചെയ്തു. നോമ്പെടുക്കാൻ വഅമറ ബിസ്യാമിഹി, ആ നോമ്പെടുക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അശ്വറഇന്റെ നോമ്പ്. ഷഹറുൽ ഹറാമി മുബാറകും മൈമൂനു വസ്സൗമു ഫീഹി മുദാഅഫും മസ്നൂനു وثواب صائمه لوجه إلهه في الخلد عند مليكه مخزون. അല്ലാഹുവിന്റെ വളരെ ശ്രേഷ്ഠമായൊരു മാസം, പുണ്യമായൊരു വർഷം ആരംഭിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര കാലം നിന്റെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ സെക്കൻഡും നിർബന്ധമായും നമ്മൾ കഴിഞ്ഞത് വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും ഇബാദത്ത് വർദ്ധിപ്പിക്കാനും സമയം കണ്ടെത്തണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.